സകലത്തെയും തൻ്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ പരിപാലിക്കുന്നവനുമായ ത്രിയേക ദൈവത്തിന് സ്തോത്രം ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും കുടുംബങ്ങൾക്കും ദൈവമക്കൾക്കും, അതെ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ പൗരന്മാരായ സകല വിശുദ്ധന്മാർക്കും തന്നെ ക്രിസ്തീയ വന്ദനങ്ങളെ ആദരവോടെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം നമ്മുടെ പതിവ് സമയത്തിൽ നിന്നും അല്പം നേരത്തെ നമ്മുടെ മറ്റ് മീറ്റിങ്ങുകളിലെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി കൂടി വരേണ്ടതിന് ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ശനിയാഴ്ച ആയതുകൊണ്ട് പലരുടെയും പ്രാദേശിക സഭകളിൽ യോഗങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ചിലർ സംബന്ധിപ്പാൻ കഴിയാതിരിക്കുന്നു. ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളത്തെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭായോഗങ്ങൾ നമുക്കൊക്കെ ആത്മീയ പ്രചോദനപ്രദങ്ങളായി തീരുന്നതിന് കാരണമാകട്ടെ. കൂടി വരുവാൻ ഇടയില്ലാതിരിക്കുന്ന നമ്മുടെ വാത്സല്യ സഹോദരങ്ങളുണ്ട്. ചിലർക്ക് വീട്ടിൽ നിന്ന് അനുവാദമില്ല, മറ്റു ചിലർക്ക് ശാരീരിക പ്രയാസങ്ങൾ കൊണ്ടുള്ള പരിമിതികളുണ്ട്. എന്നാൽ നല്ല ഒരു പറ്റം നിയമപരമായ എതിർപ്പുകൾ നിമിത്തം കൂടി വരുവാൻ കഴിയാതെ മാസങ്ങളോ ചിലയിടത്ത് വർഷങ്ങളോ ആയിട്ട് ഞെരുക്കത്തിലാണ്. അവരെയുമൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ വിശ്വാസത്തിൽ നിലനിർത്തുമാറാകട്ടെ. പത്മോസിന്റെ അങ്ങനെയുള്ള ഏകാന്തതകളിലും എഫെസോസിന്റെയും സെഹിയോൻ മാളികയുടെയും അനുഭവങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ കണ്ടിരുന്നല്ലോ, യോഹന്നാൻ ഒറ്റയ്ക്ക് പത്മോസ് ദ്വീപിലായിരുന്നെങ്കിലും കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. നമ്മൾ അന്ന് കണ്ട കാര്യമാണ്. എഫെസോസിലാണെങ്കിലും യെരുശലേമിലാണെങ്കിലും പത്മോസിലാണെങ്കിലും സെഹിയോൻ മാളികയുടെ അനുഭവം പകരുവാൻ ദൈവം ശക്തനാണെന്ന്. ആ അനുഭവം നമുക്കെല്ലാവർക്കും കൂടി വരുവാൻ സാധ്യതയില്ലാതിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കുൾപ്പെടെ ദൈവം നൽകട്ടെ. സ്തോത്രം. നമുക്ക് അവസരങ്ങൾ ഉള്ളവർക്ക് അത് വെറും ഒരു ചത്ത ചടങ്ങായി തീരാതെ അത് വളരെ പ്രചോദിതമാകേണ്ടതിന്, നിർഭരമാകേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും നാം തന്നെ അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. കർത്താവിന് സ്തോത്രം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ കൂട്ടായ്മ നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. ആ പ്രാർത്ഥനയോടെ മുഖവുരവുകൾ അവസാനിപ്പിച്ച് എബ്രായർക്കുള്ള അപ്പോസ്തലന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. അതിൻ്റെ 4 മുതൽക്ക് 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. അതിൽ നമ്മൾ ഇന്നലെ കണ്ടത് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകളാൽ, ഇന്നലെയും മിനിയാന്നൊക്കെ നാം അതാണ് കണ്ടത്, യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകളാൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി എന്നുള്ളത്. ഇന്നലെ പ്രത്യേകിച്ച് നാം ഒരു കാര്യം കണ്ടു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിമിത്തം ഉണ്ടായിരിക്കുന്ന പ്രത്യേകതകൾ. പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പോലെ
4-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. അല്ലെ 3 ചേർത്ത് വായിച്ചു, 3ഉം 4ഉം കൂടെ വായിച്ചു. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. ഹാവിങ് ബിക്കം മോർ എക്സലന്റ് ദാൻ ദി ഏഞ്ചൽസ്. ഹാവിങ് ബിക്കം, ശ്രേഷ്ഠനായി തീർന്നു എന്ന ഒരു പ്രയോഗമാണ് നമ്മൾ എടുത്ത് ചിന്തിക്കുന്നത്. ഇന്നലെ നാം അതേക്കുറിച്ചാണ് കണ്ടത്. അതായത് യേശുക്രിസ്തു അനാദി മുതൽക്കേ ദൈവമായിരുന്നു. ദൈവമാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസ്. ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അല്ലേ എന്ന ചോദ്യം വരാം. അതിനാണ് യോഹന്നാൻ 1:1 അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. യേശു അനാദികാലം മുതലേ ദൈവം ആയിരുന്നു. അവൻ അനാദികാലം മുതലേ ദൈവം ആണ്. ദൈവം എന്ന നിലയിൽ ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ അധികാരിയും ആയവനാണ്. ആ അധികാരങ്ങളും ജ്ഞാനവും എല്ലാം ക്രിസ്തുവിന് ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ആ നിലകളിൽ യേശുക്രിസ്തു അന്നേ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു. സാത്താന്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു. മരണത്തിന്റെ മേൽ സകല നരക ശക്തികളിന്മേലും വാഴ്ചകളിന്മേലും അധികാരങ്ങളിന്മേലും കർത്തൃത്വങ്ങളിന്മേലും എല്ലാം അധികാരം ഉള്ളവനായിരുന്നു. എന്നാൽ അത് പോരാ എന്ന് വച്ചിട്ട്, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം. ഉപേക്ഷിച്ചു എന്നല്ല, ഉപേക്ഷിക്കാനൊക്കത്തില്ല ദൈവത്വം. എന്നാൽ അത് വേണ്ടെന്ന് വെച്ച് മാറ്റിവെച്ച ശേഷം യേശുക്രിസ്തുവിന് മനുഷ്യൻ എന്ന നിലയിൽ നിയമപരമായി ചില അധികാരങ്ങൾ നേടിയെടുത്തു. ക്രിസ്തുവിന് ദൈവം എന്ന നിലയിൽ മുമ്പുണ്ടായിരുന്ന സർവജ്ഞാനവും സർവശക്തിയും സർവ അധികാരവും അത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നതാണ്. ആരും കൊടുത്തതല്ല, അവനിൽ തന്നെ ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ ജീവനെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ 5-ലും 10-ലും വായിച്ചിട്ടുള്ളത് പോലെ പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകേണ്ടതിന് അവന് അധികാരം അല്ലെങ്കിൽ വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവം എന്ന നിലയിൽ ഈ പറയപ്പെട്ട എല്ലാ ദൈവീക വിശേഷതകളും ക്രിസ്തുവിൽ ഉണ്ട്. സ്വാഭാവികമാണത്. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. എന്നാൽ അന്നില്ലാതിരുന്ന ഒന്നായിരുന്നു യേശുവിന്റെ ജഡധാരണത്തിലൂടെ ക്രിസ്തു നേടിയത്, മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിൽ വന്നപ്പോൾ ഈ ശ്രേഷ്ഠതകളെല്ലാം യേശു നേടിയെടുത്തു. നേരത്തെ സ്വാഭാവികമായി ഉണ്ടായിരുന്നതിനോടൊപ്പം ഇപ്പോൾ നിയമപരമായും ക്രിസ്തു നേടിയെടുത്തു. അത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. മത്തായി 28-ലും 18-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞ കാര്യം
നമ്മൾ കണ്ടു. സ്വർഗത്തിലും എടുത്തെങ്കിൽ വായിച്ചോ, ഒരു ശബ്ദം മാറി കേൾക്കുന്നത് നല്ലതാണല്ലോ. മാത്യു 28:18. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എ ഗിവൺ അതോറിറ്റി, എ റിസീവ്ഡ് അതോറിറ്റി. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പം എബ്രായർ 1:4 വാക്യത്തിൽ സകല ദൂതന്മാരുടെ മേലും യേശുക്രിസ്തു ശ്രേഷ്ഠനായി തീർന്നു എന്നതിന് തത്തുല്യമായ പ്രയോഗങ്ങളാണ് കാണുന്നത്. പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 36-ാമത്തെ വാക്യം, 2:36. ആകയാൽ നിങ്ങൾ ജോശാൻ വായിച്ചോ. ജോശാൻ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ആക്കി വെച്ചു എന്ന പ്രയോഗം കണ്ടോ? സ്തോത്രം. നിങ്ങള് ക്രൂശിച്ചു കൊന്ന നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങൾ യേശുവിനെ ക്രൂശിച്ച അതേ തലമുറയോടാ പത്രോസ് പ്രസംഗിച്ചത്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം, നിങ്ങൾ ആരെയാണോ ദൈവം എന്ന് സംബോധന ചെയ്യുന്നത്, ആ ദൈവം ആരാക്കി വെച്ചു? കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ഇത് വെച്ചോണ്ടാ ചിലരൊക്കെ പറയുന്നത്, യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് വെറും യേശു ആയിരുന്നു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ യേശു ക്രിസ്തു ആയതെന്ന്. തെറ്റാണത്. യേശു നേരത്തെയും ക്രിസ്തു തന്നെയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും സ്വർഗാരോഹണത്താലും പിന്നെ എക്സോൾട്ടേഷൻ, ഉയർത്തപ്പെടപ്പെട്ടതിനാലും നിയമപരമായും അതിന് അർഹനായി തീർന്നു. പിതാവ് നിയമപരമായും ക്രിസ്തുവിനെ ആക്കി, യേശുവിനെ ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചു എന്നേ ഉള്ളൂ. 2-ാം സങ്കീർത്തനത്തിലും നാം അതാണ് വായിക്കുന്നത്. ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സ്തോത്രം. ഇത്രയുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. കുറെ സംശയങ്ങൾ ചോദിക്കുകയും നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും ഇനിയും ചോദിക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നുമില്ലെന്ന് കരുതട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു വർദ്ധിതമായ മഹത്വമാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളിലൂടെ നമുക്കിവിടെ വെളിപ്പെട്ട് കിട്ടുന്നത്. സ്തോത്രം. ഇപ്പൊ പ്രവൃത്തികളാൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്ന കാര്യം നമ്മൾ കണ്ടു. സൃഷ്ടിപ്പ്, പരിപാലനം, പ്രായശ്ചിത്ത മരണം, തന്മൂലമുള്ള വീണ്ടെടുപ്പ്, പാപങ്ങളിൽ നിന്നുള്ള മാനവജാതിയുടെ ശുദ്ധീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം,
ഏറ്റവും മഹത്വത്തിൽ ഉയർത്തപ്പെട്ട പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുത്തപ്പെട്ട അവസ്ഥകൾ ന്യായാധിപനും രാജാവും മഹാപുരോഹിതനുമൊക്കെ ആയിട്ടുള്ള നിയമനങ്ങൾ ഇവയെല്ലാം അതിൽ പെടുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ വന്നപ്പോൾ എബ്രായർ 1-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്, യേശു സ്രഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്നു, മഹാപുരോഹിതനും ന്യായാധിപനും രാജാവുമായിരിക്കുന്നു. എന്നാൽ ദൂതന്മാരോ? അവർ ശുശ്രൂഷക്കാരത്രേ. ദൂതന്മാർ ആരുടെയൊക്കെ ശുശ്രൂഷകർ? നമ്മൾ ഒന്ന് പറഞ്ഞു വിട്ടതായിരുന്നു അത്. എന്നാൽ ഒരു കാര്യം പറയാൻ ബാക്കിയുണ്ട് എന്ന് നമ്മൾ മിനിയാന്ന് പറഞ്ഞു. ഇന്നലെ അതിലേക്ക് നമ്മൾ എത്തിയില്ല. അവിടെ നമ്മൾ കാണുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ 7 തൊട്ട് അല്ലെങ്കിൽ 6ഉം 7ഉം വാക്യങ്ങളിൽ എബ്രായർ 1-ന്റെ 6, 7, 6 and 7. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. സ്തോത്രം. ഇവിടെ ദൂതന്മാരെയും ക്രിസ്തുവിനെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് പറയുകയാണ്, ക്രിസ്തു രാജാവ് ദൈവം, ക്രിസ്തു രാജാവും ദൈവവും. അത് തന്നെയാണ് നാം 12-ാമത്തെ വാക്യത്തിലും കാണുന്നത്. 13-ാമത്തെ വാക്യത്തിലും 12, 13 എല്ലാം ഉണ്ട്. 13 കൂടെ വായിച്ചോളൂ. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. അവിടെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. 3-ാമത്തെ വാക്യത്തിൽ നിന്ന് വലത്തുഭാഗത്ത് ഇരിക്ക എന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ രാജത്വമാണ്, സർവാധിപത്യമാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് യേശു ആരായിരിക്കുന്നു? ദൈവവും സർവാധിപതിയായ രാജാവുമായിരിക്കുന്നു. സകലത്തെയും ഭരിക്കുന്ന, സകലത്തെയും തൻ്റെ കാൽ കീഴാക്കുന്ന രാജാവായിട്ടിരിക്കുന്നു. Christ is here, God and all powerful King. King who subdues everything. King who conquers everyone. സകലരെയും കീഴടക്കുന്ന, സകലത്തെയും ഭരിക്കുന്ന രാജാവായിട്ട്, പരമാധികാരിയായിട്ട് നമുക്കിവിടെ യേശുവിനെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്നാൽ ഇൻ കോൺട്രാസ്റ്റ് ദൂതന്മാരോ നാം 6ഉം 7ഉം വാക്യങ്ങളിലായിട്ട് കണ്ടു, അവർ ശുശ്രൂഷകരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാണ് ദൂതന്മാരെന്ന് ഈ വാക്യങ്ങളിൽ നിന്നും തെളിയുന്നു. പിന്നെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന
സേവകാത്മാക്കൾ അല്ലയോ? അവിടെ നാം കാണുന്നു ദൂതന്മാർ വിശുദ്ധന്മാരുടെ, രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. അപ്പോൾ ദൂതന്മാർ ഈ രണ്ടർത്ഥത്തിലും ആരാണ്? സേവകർ, സെർവൻസ്, മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റർ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം മിനി, ചെറുത് എന്ന. മിനിസ്റ്റർ കൊച്ചാൾ, മറ്റുള്ളവരെ സേവിക്കുന്നയാൾ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ മലയാളത്തിൽ നല്ല ഭാഷയിൽ വിളിക്കുന്നത് ജനസേവകരെന്ന. ജനസേവനം. പക്ഷേ ആ ജനസേവകർ, മറ്റുള്ളവരുടെ ശുശ്രൂഷക്കാർ എന്ന അർത്ഥത്തിലാണ് അവരെയൊക്കെ മിനിസ്റ്റർ എന്നും കൂടെ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ മിനിസ്റ്റർമാരെ അങ്ങ് മിനിക്ക് പകരം മെഗാ, ബിഗ് ഒക്കെ ആക്കി. ഇപ്പൊ മിനി ചെറുത്, മിനി ലോറി, മിനി ബസ് ഒക്കെ നമുക്കല്ലേ മിനി എന്ന് പറഞ്ഞ ചെറുതെന്ന. ആ മിനിസ്റ്ററുടെ അർത്ഥവും അത് തന്നെയാണ്. മറ്റുള്ളവരെക്കാൾ തന്നെ തന്നെ താഴ്ത്തുന്ന, ചെറുതാക്കി മറ്റുള്ളവരെ സേവിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, സഹായിക്കുന്നവർ എന്നൊക്കെയാണ് അവരുടെ അർത്ഥം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളവർക്ക് VIP പരിഗണനയാണ് കൊടുക്കുന്നത്. പാസ്റ്റേഴ്സിന്റെ ഇടയിലും ശുശ്രൂഷകന്മാരെ മിനിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഈ രാഷ്ട്രീയ ലോകത്തെ അർത്ഥമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കയറിയിരിക്കുന്നത്. ചിലരൊക്കെ അതിനെ വളരെ ഭംഗിയായിട്ട് സെർവൻ ലീഡർഷിപ്പ് എന്ന്. സെർവൻ ലീഡർഷിപ്പ്, ദാസ്യ നേതൃത്വം, ദാസ്യത്വത്തിലൂന്നിയ സഭാ നേതൃത്വം എന്നൊക്കെ അവരവർ തന്നെ സംബോധന ചെയ്യാറുണ്ട്. ആമേ സെർവൻ ലീഡർ. പക്ഷെ പറച്ചിലേ ഉള്ളൂ എന്ന് മാത്രം. മിനിസ്റ്റേഴ്സ്, ദൂതന്മാരെ ഇവിടെ വിളിക്കുന്നത് ദേ ആർ മിനിസ്റ്റേഴ്സ്, ദേ ആർ സെർവൻസ്. അവര് സേവകാത്മാക്കളാണ്. രണ്ടു കൂട്ടരുടെ സേവകാത്മാക്കൾ എന്ന് നമുക്ക് കാണാം. ഒന്ന് ദൈവത്തിൻ്റെ സേവകാത്മാക്കൾ, ദാസന്മാർ. രണ്ട് രക്ഷിക്കപ്പെടാനുള്ളവരുടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കൾ. ഇങ്ങനെ ദൈവത്തിൻ്റെയും വിശുദ്ധന്മാരുടെയും സേവനം ചെയ്യുന്ന, ദാസ്യവൃത്തി ചെയ്യുന്ന ദൂതന്മാരെയാണ് എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം വെളിപ്പെടുത്തുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ. സ്തോത്രം. ഇനിയുമാണ് നമ്മൾ ഒന്നിലധികം പേര് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അവർ ദൂതന്മാർ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണ് എന്നതിന് തർക്കമൊന്നുമില്ല. ആ വിഷയത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ഈ ദൂതന്മാർക്ക് വേണ്ടിയിട്ട് ദൂതന്മാർ, ഏഞ്ചൽസ് എന്നത് സത്യത്തിൽ ഇംഗ്ലീഷ് പദമല്ല, ഗ്രീക്ക് പദമാണ്. ഗ്രീക്കിൽ അവരെ വിളിക്കുന്നത് ഏഞ്ചലോസ് എന്നാണ് അവരെ വിളിക്കുന്നത്. അതുപോലെ എബ്രായ പദവും നമ്മൾ നേരത്തെ ആദ്യത്തെ ദിവസം കണ്ടിരുന്നു. എബ്രായിൽ അവരെ വിളിക്കുന്നത് മലക്കുകൾ എന്ന.
മലക്. മലാക്കീം എന്ന മലാക്കി, MALAKIM, മലാക്കീം. IM ൽ അവസാനിക്കുന്നത് ബഹുവചനമാണ്, മലാക്കീം. അതുപോലെ ഏഞ്ചലോയ് ബഹുവചനത്തിൽ, ഏഞ്ചലോസ് ഏകവചനവും ഏഞ്ചലോയ് ബഹുവചനവും ഗ്രീക്കിൽ. ഇതിന്റെ അർത്ഥം ഏഞ്ചൽസ് എന്നതിനേക്കാൾ മെസ്സഞ്ചേഴ്സ് എന്നാണ്. നമ്മളത് ആദ്യത്തെ ദിവസം കണ്ടിരുന്നു. നമ്മുടെ നാട്ടിലും മുസ്ലിം പാട്ടുകളിലൊക്കെ മലക്കുകളെ കുറിച്ച് പറയാറുണ്ട്. ദൂതന്മാരെന്നാണ് അതിൻ്റെ അർത്ഥം. ദൂതന്മാർ എന്ന് വെച്ചാൽ ദൂതുവാഹികൾ. ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചേഴ്സ്, ദൂതുവാഹികൾ. ദൂതുവാഹികൾ. അപ്പം ഈ അധ്യായത്തിൽ അപ്പോസ്തോലൻ യേശുക്രിസ്തുവിനെ സേവകന്മാരായ ദൂതന്മാരെക്കാൾ അതിശ്രേഷ്ഠനായിട്ട് അവതരിപ്പിക്കുന്നു. അതിശ്രേഷ്ഠനായിട്ട് അവതരിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ആദ്യം അങ്ങ് പറഞ്ഞിട്ട് ബാക്കി വിശദീകരണങ്ങളിലേക്ക് പോകാം. ദൂതന്മാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ആശയം ഇവിടെ എബ്രായ ലേഖന കർത്താവ് പങ്കുവെക്കുന്നതിനുള്ള കാരണം എന്തെന്ന് നമുക്കിതിന് ശേഷം ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം, രക്ഷിക്കപ്പെടാനുള്ളവരുടെ, അല്ലെ, 14 വാക്യം എങ്ങനെ പറയുന്നത്? രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. അപ്പോൾ അവിടെ നിന്നും പൊതുവെ ഒരു ധാരണ വരുന്നുണ്ട്, ഈ ദൂതന്മാർ ആരുടെ സേവകന്മാരാണെന്ന്. രക്ഷപ്രാപിപ്പാനുള്ളവരുടെ. അതിനെ അല്പം കൂടെ മാറ്റി രക്ഷിക്കപ്പെട്ടവരുടെ, ദൈവമക്കളുടെ സേവകരാണ് ഇവർ എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ ചിന്തകളും പഠിപ്പീരുകളും ആശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. നമ്മുടെ ഇടയിൽ തന്നെ പലരും ഇപ്പോൾ പ്രസംഗിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്, നിങ്ങൾ ദൂതന്മാരോട് കൽപ്പിക്കണമെന്ന്. നമ്മൾ ഈ ചോദ്യത്തിന് എബ്രായ ലേഖനത്തിന്റെ തുടക്കത്തിന് മുമ്പ് 2 ദിവസത്തെ ചോദ്യോത്തര വേളയിൽ ഹ്രസ്വമായ ഉത്തരം കണ്ടെത്തിയിരുന്നു, പറഞ്ഞിരുന്നു, പങ്കുവച്ചിരുന്നു. ദൂതന്മാരോട് നമുക്ക് കൽപ്പിക്കുവാൻ അധികാരമുണ്ടോ? നമ്മുടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷവും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചിരുന്നു. അദ്ദേഹം ഒരു യോഗത്തിൽ, ഒരു സൂം മീറ്റിങ്ങിൽ തന്നെയാണ്, നമുക്ക് മീറ്റിംഗ് ഇല്ലാതിരുന്നു ഏതോ ഒരു ദിവസം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു സഹോദരിയായിരുന്നു പ്രസംഗിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഏതോ ഒരു സഭയിൽ ഇങ്ങനെ ശുശ്രൂഷിച്ച് വന്ന് ആർക്കോ ഭൂതമിളകി, ദുരാത്മബാധിതയായ അല്ലെ ബാധിതനായ ആരോ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇവര് അധിക നേരം ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അങ്ങ് ക്ഷീണിച്ചു. ഇനിയും ഈ സഹോദരിക്ക് ശുശ്രൂഷിക്കാൻ വയ്യാത്ത അതുപോലെ അവരങ്ങ് ക്ഷീണിച്ചപ്പോൾ അവര് ദൂതനോട് കൽപ്പിച്ചു, ഇനിയും ദൂതന്മാരെ നിങ്ങൾ വന്ന് കൈകാര്യം ചെയ്യും, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. എന്നിട്ട് അവർ പറഞ്ഞു, അവർ പോയി വിശ്രമിച്ചെങ്കിലും ദൂതന്മാര് വന്ന് മറ്റേ പുള്ളിയെ അടിച്ചിറക്കാൻ. അപ്പം നിങ്ങളും ദൂതന്മാരോട് കൽപ്പിക്കണം എന്നൊക്കെയുള്ള നിലയിലാണ് പഠിപ്പിച്ചത്. അത് കേട്ട ഒരു സംശയത്തോടെയാ ചോദ്യം ചോദിച്ചത്. ഇപ്പം നമ്മൾ ഈ വിഷയം വരുന്നത് കൊണ്ട്
നമുക്കത് പഠിക്കാമെന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്തു പറയുന്നു? നമുക്ക് ഇനി മലയാളികളായ നമുക്ക് ഇതിന് സഹായകമായിട്ട് വേറെ ഒരു അനുഭവ കഥ കൂടെ ഉണ്ട്. എനിക്കൊന്നത് അന്ന് ആ ചോദ്യോത്തര വേളയിൽ നമ്മുടെ ജോയ്ക്കുട്ടിച്ചാൻ പറയുകയും ചെയ്തായിരുന്നു തോന്നുന്നു. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ മോഷ്ടിക്കപ്പെട്ട ഏത്തക്കൊലയെല്ലാം കൂടെ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ച കാര്യം. അതും നമ്മുടെ മലയാളക്കരയിലെ ക്രൈസ്തവർക്കിടയിൽ ഒരു എന്താണ് പറയുന്നത്, അനുഭവകഥയായിട്ട് സത്യമായി പരിഗണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആകാം, സാധു കൊച്ചുകുഞ്ഞുപദേശി അങ്ങനെ ചെയ്തെങ്കിൽ അത് ഒരു ഉപദേശമായി സ്വീകരിക്കാം എന്ന നിലയിലൊക്കെ കണക്കാക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് എവിടെയോ നിന്ന് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്, കർത്താവേ നീ ദൂതന്മാരെ ഊരിപ്പിടിച്ച വാളുമായി ഞങ്ങൾക്ക് കാവലാക്കണേ എന്ന്. അതിനെയും ഏദൻ തോട്ടത്തിൽ നിന്ന് വന്നതാകാൻ ആ സാധ്യത. കൂടാതെ എലീശയുടെ അനുഭവത്തിൽ നിന്നും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഇടയുണ്ട്. അശൂർ പാളയത്തിൽ ദൂതൻ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചതിനെ കുറിച്ചും നമുക്കൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം കൊണ്ടാണോ ഈ പ്രാർത്ഥനയും ഉപദേശവും രൂപീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും നമ്മുടെ അഭിപ്രായം, നിങ്ങൾക്കും കൂടെ അഭിപ്രായം പറയാം. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് അങ്ങ് കൊണ്ടുപോകാം, അല്പസമയം ഇനി ഉള്ളെങ്കിലും. ദൂതന്മാരോട് നേരിട്ട് കൽപ്പിക്കാൻ ഒക്കത്തില്ല, പക്ഷെ കർത്താവിനോട് അപേക്ഷിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ. For example, we say, dear Lord, please send the angels to guard over us. That way. ഓക്കെ. അല്ല, നിന്റെ കാല് കല്ല് തട്ടിപ്പോയിരിക്കാൻ അവൻ ദൂതന്മാർ കൽപ്പിക്കുന്നില്ലേ പറയുന്നു? അതെ, അതെ. ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് അവിടെ. അല്ല, ചിലർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, നിന്റെ ഇടവും വലവും 2 ദൂതന്മാരുണ്ട് ഒന്നൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു പാട്ടുണ്ടല്ലോ, ദൂതസഞ്ചയം എനിക്ക് കാവലായി തന്നെന്നും പറഞ്ഞൊക്കെ. ഓക്കെ. അതിന്റെ ലൈൻസ് അറിയാമോ വെച്ചാ? ദൂതസഞ്ചയം എനിക്ക് കാവലായി തന്നു, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം നൽകി എന്നാ തോന്നുന്നു. ദൂതസഞ്ചയം എനിക്ക് കാവലായി തന്നു, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം എനിക്ക് അവൻ നൽകി. ഓക്കെ. എന്നാ എന്റെ ഓർമ്മ. പാടാറുണ്ട്, ലൈൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പം ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഒരുപക്ഷെ അടിസ്ഥാനമായിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാകാം. പഴയ നിയമത്തിൽ നാം കാണുന്ന ഏദനിൽ ദൂതന്മാരെ, കെരൂബുകളെ മിന്നുന്ന വാളിന്റെ വായ്ത്തലയുമായി ഏദൻ കാക്കുവാൻ വേണ്ടി നിർത്തിയത് തുടങ്ങി ഇങ്ങോട്ട് നാം അത് ഏറ്റവും ഒടുവിൽ നിന്ന് കാണുന്നത് കൊർന്നൊല്യോസിന്, അല്ലെങ്കിൽ കൊർന്നൊല്യോസിന്റെ അടുക്കൽ ദൈവം ഒരു ദൂതനെ അയച്ചതും പത്രോസിനെ ഒരു ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചതുമായ സംഭവങ്ങളാണ്. എന്നാൽ ഇവിടങ്ങളിലൊന്നും തന്നെ ഈ വിശുദ്ധന്മാരാരും ദൂതന്മാരോട് കൽപ്പിച്ചിട്ടില്ല. ഏദനിൽ അങ്ങനെ കൽപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു. ആകെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വലിയ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പാപത്തിൽ പിടിക്കപ്പെട്ട് അവരെ ഇറക്കി വിടുകയാണ്. അപ്പൊ മനുഷ്യരാരും അങ്ങനെയൊന്ന് അപേക്ഷിക്കാൻ ഇല്ലായിരുന്നു. അത്
പൂർണ്ണമായും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലാണ് ചെയ്തത്. അതിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് സൊദോം ഗൊമോറയിൽ ലോത്തിനെയും കുടുംബത്തെയും വിടുവിക്കുവാൻ വേണ്ടി ദൂതന്മാർ ചെന്ന കാര്യമുണ്ട്. അവിടെയും ഇവരാരും ദൂതന്മാർക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. എലീശയുടെ സമയത്ത് വരുമ്പോഴും എലീശ ശിഷ്യന്റെ കണ്ണു തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അങ്ങനെ കണ്ണു തുറന്നപ്പോഴവൻ കാണുന്നത് അവരിരുന്ന മലയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ കാവലിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. അതല്ലാതെ അവിടെങ്ങളിലെങ്ങും ദൂതന്മാർക്ക് വേണ്ടിയോ ദൂതന്മാരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയോ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. യഹോശാഫാത്തിന്റെ കാലത്തായാലും അശ്ശൂരിനെതിരെ ഒരു ദൂതൻ അശ്ശൂർ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പേര് 1,85,000 പേരെ കൊന്നതും ഇതൊന്നും ഇവരാരും കൽപ്പിച്ചിട്ടുമല്ല, ഇങ്ങേയറ്റം പ്രാർത്ഥിച്ചിട്ട് പോലുമല്ല. ദൈവം തൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇവരെയൊക്കെ തൻ്റെ ജനത്തിൻ്റെ സംരക്ഷണത്തിനോ സഹായത്തിനോ വേണ്ടി അയക്കുകയാണ് ചെയ്തത്. വേറെ ഒരു വിശ്വാസം യഹൂദന്മാർക്കുണ്ടായിരുന്നു, അത് നമ്മുടെ ഇടയിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവദൂതന്മാരാണ് എന്നൊരു ചിന്ത. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതും തെറ്റാണ്. പ്രത്യേകിച്ച് പുതിയ നിയമകാലത്ത് ഒരുപക്ഷെ ആ ചിന്താഗതിക്ക് അടിസ്ഥാനം ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവം ഗബ്രിയേലിനെ അയച്ച സംഭവവുമായി ബന്ധപ്പെട്ടതാകാം. അവിടെയും മറുപടിയുമായിട്ട് ദൈവം അയച്ചത് ദൂതനെയാണ്. പക്ഷേ ദൂതൻ പ്രാർത്ഥനയുമായി അങ്ങോട്ട് പോയ കാര്യമൊന്നും പറയുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത് ആരാണെന്ന്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത് പറഞ്ഞോളൂ വന്നാട്ടെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റാ, ദൂതന്മാരല്ല. ആ ശുശ്രൂഷയൊന്നും ദൂതന്മാർക്ക് ദൈവം കൊടുത്തിട്ടില്ല. അതായത് ഈ എബ്രായ ലേഖനം എഴുതപ്പെട്ട സമയത്ത് യഹൂദന്മാർക്കിടയിൽ നിലനിന്നിരുന്ന, അതാണ് എനിക്ക് 8-10 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് ഇത് പറഞ്ഞിട്ട് ആകാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതൊരു സസ്പെൻസിൽ ഇങ്ങനെ ഇട്ടേക്കണ്ട എന്ന് വിചാരിച്ച് ഇതങ്ങ് പറയുക. അന്നേരം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം, തൽക്കാലത്തേക്ക് പറയട്ടെ. Jews of these apostles' time strongly believed the intermediatorship of angels between God and man. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥതാ ദൗത്യം, മധ്യവർത്തിത്വം ദൂതന്മാർ നിർവഹിക്കുന്നു എന്ന് യഹൂദന്മാർ കരുതിയിരുന്നു. മനുഷ്യന് നേരിട്ട് ദൈവത്തോട് അടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൂതന്മാർ മുഖാന്തരമാണ് നമുക്ക് ദൈവത്തോട് അടുപ്പം. ദൈവം മനുഷ്യനോടും നേരിട്ട് ഇടപെടുന്നില്ല, ദൂതന്മാർ മുഖാന്തരമാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് എന്ന ചിന്താഗതി യഹൂദന്മാർക്കിടയിൽ രൂഢമൂലമായിരുന്നു. ആ ചിന്തകളെ വേരോടെ അറുക്കുകയാണ് ഈ അധ്യായത്തിൽ അപ്പോസ്തലൻ ചെയ്യുന്നത്.
അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്, നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കാനുള്ള അധികാരം, അനുവാദവും ദൈവം തന്നിട്ടില്ല. നമുക്ക് വേണ്ടി ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചയച്ചേക്കാം. ഇവൻ ദൂതന്മാരെ അയക്കണേ എന്നൊരു പ്രാർത്ഥന പോലും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാ. കാരണം പുതിയ നിയമത്തിൽ നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മഹൽ സാന്നിധ്യമുണ്ട്. ആവർത്തിക്കുന്നു, പുതിയ നിയമസഭയ്ക്ക് ക്രിസ്തു നൽകിയ മഹത്തായ വാഗ്ദത്തം ആരുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ളതാണ്? നമ്മുടെ അവകാശത്തിന്റെ യേശുവിന്റെ. ത്രിയേക ദൈവത്തെ എന്ന് തന്നെ ഞാൻ പറയുന്നു. യോഹന്നാൻ 14-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നു എന്നാണ്, അല്ലേ? യോഹന്നാൻ 14:16. And I will pray the Father, and he shall give you another comforter, that he may abide with you forever. Even That the he may abide with you forever. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നമുക്ക് വേണ്ടി അയക്കുന്ന കാര്യമാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തത്. 14:23, അതേ അധ്യായത്തിന്റെ 23:23. Jesus answered and said unto him, If a man love me, he will keep my words, and my Father will love him, and we will come unto him and make our abode with him. Hallelujah. The Father and the Son will come and make his abode with him. പിതാവും പുത്രനും നമ്മോട് കൂടെ വന്ന് വസിക്കും എന്ന വാഗ്ദത്തമാണ് അവിടെ. അപ്പോൾ ഈ 3 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്നത് ത്രിയേക ദൈവം നമ്മോടൊപ്പം ഇരിക്കുന്നു എന്നാണ്. ത്രിയേക ദൈവം മത്തായി 28 ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ. അവിടേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ത്രിയേക ദൈവത്തെ കാണുന്നു. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം ജോൺസൺ പാസ്റ്റർ പറഞ്ഞതുപോലെ മത്തായി 28 അവസാനത്തെ വാക്യത്തിൽ, Behold, I am with you till the end of the world. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇൻഡിവിജ്വലി, വ്യക്തിപരമായി ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം. മത്തായി 18 2-3 പേർ, നമ്മൾ മിക്കപ്പോഴും പറയുന്ന 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടു 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന യേശു. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിൽ നമുക്ക് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമ്മോടൊപ്പം ഇരിക്കുന്ന സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം നൽകപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പം ഈ ത്രിയേക ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന്, ഇരിക്കാമെന്ന്, വരുമെന്ന്, വസിക്കുമെന്ന്, എന്നേക്കും ഇരിക്കുവാനെന്ന് ഒക്കെ വാഗ്ദത്തം ചെയ്തിരിക്കെ, ഇതിനേക്കാൾ വലിയൊരു സാന്നിധ്യമാണോ നമ്മൾ ദൂതന്മാരുടെ സാന്നിധ്യവും സംരക്ഷണവും ആവശ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്നത്?
സ്തോത്രം. ഞാനും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പ്രാർത്ഥിച്ചയക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കർത്താവേ ദൂതന്മാരെ കാവലാക്കണേ. ഇപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. കാരണം ഈ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. കർത്താവെ അങ്ങ് ഇവനോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അതുണ്ടെങ്കിൽ പിന്നെ കർത്താവ് വരുന്നെങ്കിൽ ദൂതന്മാരും ഉണ്ട്. അല്ല, അത് തന്നെയല്ലേ മോശ പ്രാർത്ഥിച്ചേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് വരുന്നില്ലെങ്കിൽ. അതെ, സ്തോത്രം. മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും ദൈവം വാഗ്ദത്തം കൊടുത്തത് എന്തായിരുന്നു? ദൂത സാന്നിധ്യത്തിന്റെ വാഗ്ദത്തമാണ്. എക്സോഡസ് 33 വേഴ്സ് 2, 33 പുറപ്പാട് 33 1ഉം 2ഉം വാക്യങ്ങൾ. അവിടെ 4-5 വാഗ്ദത്തങ്ങൾ കൊടുത്തതിൽ ഒരു വാഗ്ദത്തമായിരുന്നു, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. ദൂതനെ മുമ്പായിട്ട് അയക്കാമെന്ന് മോശയ്ക്ക് വാഗ്ദത്തം കൊടുത്തു. പക്ഷേ 15-ാം വാക്യത്തിലേക്ക് വന്നപ്പം മോശ പ്രാർത്ഥിച്ചു, ആ അധ്യായത്തിന്റെ തന്നെ സെയിം ചാപ്റ്റർ 15th വേഴ്സ്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോകുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ. ദൂതനെ വേണ്ടെന്ന്, ദൂത സാന്നിധ്യത്തിൽ തൃപ്തരാകുന്നില്ല. അതുകൊണ്ട് ദൂതന്മാരെ അയക്കണേ, കാവൽ ചെയ്യണേ എന്ന പ്രാർത്ഥനയ്ക്ക് പോലും പ്രസക്തി ഉണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം കർത്താവ് നേരിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരിക്കെ പിന്നെ ദൂതനെ നമുക്ക് വേണ്ടി ചോദിച്ചിട്ട് കാര്യമില്ല. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ എന്തുവാ? ദൈവത്തിന്റെ ഒരു പേര് ഇമ്മാനുവൽ ഉണ്ട്. അല്ലാതെ ഈ ദൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ദ ലോർഡ് അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഹോസ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന. ദൈവത്തിന്റെ സൈന്യം ആരാ? ദൂതന്മാരാ. അപ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, ത്രിയേക ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ദൂതന്മാരെ ചോദിക്കേണ്ടതില്ല. പാക്കേജ് അത്. അല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദുരുപദേശമായിട്ട് വരുമോ? ഇല്ല, ദുരുപദേശമായിട്ട് വരത്തില്ലത്. പക്ഷെ ഈ ഒരു ഉപദേശത്തിലേക്ക് പോയാൽ അത് ദുരുപദേശമാകുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ ദൂതന്മാരോട് കൽപ്പിക്കുക, മീഖായേലേ അങ്ങോട്ട് പോ. അപ്പം ഇനിയിപ്പം സപ്പോസ് ദൂതന്മാരോട് നമുക്കങ്ങ് കൽപ്പിക്കാമെന്ന് വെക്കാം തൽക്കാലത്തേക്ക്. ഏത് ദൂതനോടാ കൽപ്പിക്കുന്നേ? തൽക്കാലത്തേക്ക് നമുക്ക് ഒരു വാദത്തിന് വേണ്ടി ദൂതന്മാരോട് കൽപ്പിക്കാം, ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ വിടുക, അല്ലെ എൻ്റെ വൈഫിനെ ഒറ്റയ്ക്ക് ഞാൻ നാട്ടിലോട്ട് വിടുക, അവളുടെ കൂടെ പോണം കേട്ടോ. ഏത് ദൂതനോടാ കൽപ്പിക്കുന്നേ? നമ്മൾ മിക്ക പേരും ഒക്കെ കൽപ്പിക്കുന്നത് ഒരുത്തനോടാ, ആർക്കേഞ്ചൽ മീഖായേൽ. മീഖായേല. കാരണം പുള്ളിയാ ഫൈറ്റിങ്ങിന്റെ ആള്, യുദ്ധം ചെയ്യുന്നയാള്, സൈന്യമൊക്കെ ഉള്ളയാള്, പടയാളി. ഇപ്പൊ ഞാനും പ്രാർത്ഥിച്ചു, ജോച്ചായനും പ്രാർത്ഥിച്ചു, വർക്കിച്ചാനും പ്രാർത്ഥിച്ചു, അങ്ങ് ബാബുവെങ്കിലും പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും ഈ യാത്രയുടെ സമയവും അല്ലെങ്കിൽ ഒക്കെ ഒരേ സമയമാണ്. നമ്മിൽ ആരുടെ കൽപ്പന ഈ പാവപ്പെട്ട ദൂതൻ അനുസരിക്കും? ഇനി അനുസരിക്കാമെന്നെങ്കിൽ വെക്കുക നമ്മൾ തൽക്കാലത്തേക്ക്. ആരുടേത് അനുസരിക്കും? അതിലെ പ്രശ്നം മനസ്സിലായോ?
ദൂതന്മാർ സർവവ്യാപികളാണോ? അല്ല. ഒരു ദൂതന് ഒരു സമയം ഒരിടത്തു മാത്രമേ ഹാജരാകാൻ, സന്നിഹിതനാകാൻ പറ്റൂ. ഗബ്രിയേലെ, മിഖായേലെ, റഫായേലെ, ഏതാണ്ട് 7 ദൂതന്മാരെ കുറിച്ചാണ് യഹൂദന്മാർ പഠിപ്പിക്കുന്നത്. ഇവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലോകത്തുള്ള സകല വിശുദ്ധന്മാരും കൂടെ ഇവരോട് ഇങ്ങനെ കൽപ്പിക്കാൻ തുടങ്ങിയാൽ ഇതുങ്ങൾ എന്ത് ചെയ്യും? ഒരേ സമയം പല സ്ഥലത്ത് അവർക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ദൂതന്മാരാരും സർവവ്യാപികൾ അല്ല. ദൈവം മാത്രമേ ഉള്ളൂ സർവവ്യാപി. അതുകൊണ്ട് 7 ഭൂഖണ്ഡങ്ങളിലും 7 കോണ്ടിനെന്റ്സിലും ദൈവത്തിന് ഒരേ സമയം ഒരുപോലെ ഹാജരാകാൻ പറ്റും. ദൂതന്മാർക്ക് പറ്റത്തില്ല. ആ പ്രാർത്ഥനയിലെയും ആ കൽപ്പനയിലെയും ഒക്കെ വചനവിരുദ്ധതയാണ് നാം ഈ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൂതന്മാരോട് കൽപ്പിക്കുന്ന ആ ഒരു പ്രവണത വേദപുസ്തക പ്രകാരം തെറ്റാണ്. അത് ഒരുപക്ഷെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദുരുപദേശം അല്ലെങ്കിലും അത് ദുരുപദേശമാണ്. നമുക്ക് അത് ചെയ്യാൻ, പ്രാർത്ഥിക്കാനൊക്കെ ഒരു രസമുണ്ട്. വീടുമൊക്കെ പൂട്ടി എവിടെയെങ്കിലും പോകുമ്പം നമുക്കൊരു ഉറപ്പുണ്ട്, മിഖായേലിനെയും ഗബ്രിയേലിനെയും ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്, അവരുറങ്ങത്തൊന്നുമില്ല, അവര് നിന്നോളും എന്ന് നമുക്കൊരു സൈക്കോളജിക്കൽ ധൈര്യം അത് കിട്ടുമെന്നേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ എനിക്കൊരു സംശയമുണ്ടല്ലോ. പറഞ്ഞോട്ടാൻറ്റി. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്നതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അതെ, 91 സങ്കീർത്തനം. അതെ, അതാ ജോയ്ക്കുട്ടിച്ചാന് മുമ്പേ അതേ ചോദ്യമാ ചോദിച്ചത്. അത് ആര് കൽപ്പിക്കുന്ന കാര്യമാ? ദൈവം കൽപ്പിക്കുന്നു. ദൈവം കൽപ്പിക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ല. അല്ല, നമ്മളല്ല ദൂതന്മാരോട് കൽപ്പിക്കുന്നതും. കറക്റ്റ്. അപ്പൊ അത് ദൈവം ചെയ്തോളും. അതിന് നമ്മൾ ദൂതന്മാരോട് കൽപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമുക്ക് ഒരു വ്യവസ്ഥകളും എങ്ങും കാണുന്നില്ല. ദൈവം ഇങ്ങോട്ട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, കർത്താവ് അങ്ങനെ ചെയ്തോളുമെന്ന്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കൊരു മാനസിക ധൈര്യം. നമ്മൾ രാത്രി കിടക്കാൻ പോവാ, കർത്താവേ കള്ളന്മാരൊക്കെ ഒത്തിരി ഉള്ളതാ, വീടൊക്കെ സൂക്ഷിച്ചോണേ, ദൂതന്മാരെ കാവലാക്കിക്കോണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ദൂതന്മാരുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് പോയാൽ നമുക്കൊരു ധൈര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ബൈബിളിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അതിനേക്കാൾ വലിയ വാഗ്ദത്തമാണല്ലോ കർത്താവ് തന്നെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ത്രിയേക ദൈവം നമ്മോടൊപ്പം ലോകാവസാനത്തോളം എല്ലാ നാളും ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഉറപ്പാണോ നമുക്ക് ദൂതന്മാരിൽ കൂടെ ലഭിക്കുന്നത്? ഒരിക്കലും അല്ല. അതുകൊണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മുമ്പേ പറഞ്ഞ ആ ഭൂതശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ കാര്യം, കർത്താവ് വാഗ്ദത്തം ചെയ്തത് ത്രിയേക ദൈവം നമ്മോടൊപ്പം ഉണ്ട്, പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടെന്ന്. അപ്പം ഞാൻ അങ്ങ് വിശ്രമിക്കാനായിട്ട് പോയാൽ കർത്താവ് ആ ശുശ്രൂഷകളെ ആ കാര്യങ്ങളെ ഏറ്റെടുക്കത്തില്ലേ? കർത്താവ് ആ കാര്യങ്ങളിൽ നീക്കുപോക്കി തരില്ലേ? ദൂതനോട് കൽപ്പിക്കാനാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. അത്
എന്തോ അനാവശ്യമായ പൊടിപ്പും തൊങ്ങിലും ഒക്കെ വെച്ച് തങ്ങള് എന്തോ വലിയ കക്ഷികളാണെന്നൊക്കെ സ്വയം ചിന്തിക്കുകയോ മറ്റുള്ള മുമ്പിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്കത് വേണ്ട. വേദപുസ്തകം നമുക്ക് ഉറപ്പ് തരുന്നത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എവിടെയും എപ്പോഴും ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മോടൊപ്പം ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവൻ. സ്തോത്രം. ആ കർത്താവ് നമ്മോട് ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ദൂതന്മാരെ ഒന്നും വേണ്ട. മോശ പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് ആത്മീയ ഉൾക്കാഴ്ച വേണം. ദൂതനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ തന്നെ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും അയക്കരുതേ. സ്തോത്രം. അതുകൊണ്ട് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ അനുഭവം എന്ന് പറയുന്ന അത് നമുക്ക് ഉപദേശമല്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായേക്കാം. ആ അനുഭവത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അതൊരു ഉപദേശമാക്കരുത്. ദൈവത്തിനൊന്നും അസാധ്യമല്ലാതിരിക്കുമ്പോൾ പിന്നെ ദൂതന്മാരോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലല്ലോ. ഇല്ല. സ്തോത്രം. അതുപോലെ സാത്താൻ വന്ന് യേശുവിനോട് പരീക്ഷിച്ചപ്പോൾ ചാടാൻ പറഞ്ഞത് ഈ 91 സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞോണ്ടാ. പക്ഷേ കർത്താവ് ദൈവത്തെ പരീക്ഷിക്കരുതെന്നും പറഞ്ഞ് അവിടെ ഒന്ന് മാറി സാത്താനെ ശാസിച്ചു വിട്ടതു. അപ്പോൾ ദൈവം നമുക്ക് പരിപാലകനായിട്ടുള്ളപ്പോൾ, ഇസ്രായേലിന്റെ പരിപാലകൻ, ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മുടെ ഗമന ആഗമനങ്ങളെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്നവനായി, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഒരു ദോഷവും നമ്മെ ചെയ്യാതെ വണ്ണം സൂക്ഷിക്കുന്നവനായിട്ടുള്ളപ്പോൾ നമുക്ക് പിന്നെ ഈ ദൂതന്മാരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യിക്കാൻ ശ്രമിക്കണ്ട. നമുക്ക് വേണ്ടി ഇനി അഥവാ ദൂതന്മാരെ അയക്കണമെങ്കിൽ സമയാസമയത്ത് ദൈവം അയച്ചുകൊള്ളും. നമ്മൾ അതിൽ പ്രാർത്ഥിക്കുക പോലും വേണ്ട. സ്തോത്രം. പത്മോസിൽ ആയിരുന്ന യോഹന്നാന്റെ അടുക്കൽ ദൂതനെ അല്ല കർത്താവ് അയച്ചത്. സ്തോത്രം. കർത്താവ് തന്നെ നേരിട്ട് അവിടെ ഇറങ്ങിച്ചെന്നതു. ആ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കേണ്ടത്. സ്തോത്രം. മനോഹയുടെ കേസിൽ അത് എക്സെപ്ഷണൽ കേസ് ആണല്ലോ അല്ലേ? അതെല്ലാം നമ്മൾ ഒരേപോലെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി വരെ അയച്ച ദൂതന്മാരുടെ ഒരു ലിസ്റ്റ് നമുക്കുണ്ട്. മനോഹയുടെ അടുക്കലും അത് തന്നെയാണ്. അതെല്ലാം നമുക്ക് നാളെ അടുത്ത ദിവസം യഹൂദന്മാരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുവിടാം. അപ്പം ദൈവം നമുക്ക് നമ്മോടൊപ്പം ഇരിക്കുന്ന വാഗ്ദത്തം തന്നിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ മതി, കർത്താവ് മാത്രം മതി എന്ന് വെക്കണം. സ്തോത്രം. നമുക്ക് ദൂതന്മാരുടെ മേൽ അധികാരം ഇല്ല, ദൈവത്തിനാണ് അധികാരം. പിന്നെ ആ ദൂതന്മാർ നമ്മെ സഹായിക്കുന്നത് ഏത് വിഷയത്തിലാണ്? എല്ലാ വിഷയത്തിലും സഹായിക്കും. പക്ഷെ ഇവിടെ 14-ാം വാക്യം പറയുന്നത് ഏത് വിഷയത്തിൽ സഹായിക്കുമെന്ന? രക്ഷയുമായി ബന്ധപ്പെട്ടാണ്. യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ദൂത ശുശ്രൂഷ പ്രധാനമായും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം പ്രധാനമായും നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ആ ഉപദേശങ്ങളിൽ തന്നെ നിലനിന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ പദവിക്ക് ക്രിസ്തു അർഹനായതുപോലെ ക്രിസ്തുവിനോട് സമന്മാരായി തീരുവാൻ നമുക്കും ഭാഗ്യം തന്നിരിക്കയാൽ ആ കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം നയിക്കാം. അതിനെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.